വെൽക്കം ടു സെലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കാണ്. കേക്ക് ഞാൻ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കല്ല, പിങ്ക് വെൽവെറ്റ് കേക്കാണ്. റെഡ് വെൽവെറ്റ് കേക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷേ പിങ്ക് വെൽവെറ്റ് കേക്കും വളരെ ഫേമസ് ആണ്. ഇതിൽ കളർ മാത്രമല്ല വ്യത്യാസം, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മതിൽ പ്രോസസ്സാണ് ഡിഫറൻസ്. ഇത് ഇത്തിരി നീണ്ട വീഡിയോ ആണ്, പക്ഷേ എല്ലാവരും ക്ഷമയോടെ ഇത് കാണണം. നിങ്ങൾക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ മോയിസ്റ്റായ കേക്കാണ്. നല്ല പിങ്ക് ക്രീം ഫില്ലിങ്ങും ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിലധികം ഒന്നും തന്നെ ഞാൻ ഓവർഡു ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ ബർത്ത്ഡേ കേക്കിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടറിനെ റൂം ടെമ്പറേച്ചറിൽ വെക്കണം. അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 230 ഗ്രാമാണ്. അത് ഞാൻ ആദ്യം തന്നെ ബീറ്ററിലിട്ട് നല്ലോണം ക്രീമി പോലെ ആക്കിയെടുക്കും. അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 120 ഗ്രാം പൗഡർഡ് ഷുഗറാണ്. അതായത് നമ്മുടെ പഞ്ചസാര നല്ലോണം പൊടിച്ചെടുത്തത്. ഐസിങ് ഷുഗർ ആയാലും മതി. അത് 120 ഗ്രാമാണ്. അത് ഒറ്റയടിക്ക് തന്നെ നമ്മൾ ചേർപ്പിച്ച് കൊടുക്കരുത്. 3 ഭാഗങ്ങളായിട്ട് നമ്മൾ ചേർപ്പിച്ച് കൊടുത്ത് അത് ബീറ്ററിലിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതാണ് നമ്മളുടെ വാനില പൗഡർ. ഞാൻ വാനില പൗഡറാണ് ഉപയോഗിക്കുന്നത്. വാനില എസൻസോ എക്സ്ട്രാക്റ്റോ ഞാൻ ഉപയോഗിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലൊരു ആഫ്റ്റർ കളർ വരാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഒരു 9 ഗ്രാം വാനില പൗഡറാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അതിട്ട് ഞാൻ ഒരു വട്ടം ഒന്ന് മിക്സ് ചെയ്തെടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് 3 ഭാഗങ്ങളായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് 42 ഗ്രാം പാലാണ്. ചൂട് പാൽ, തിളപ്പിച്ച പാലൊന്നും തന്നെ ഇല്ല. ഫ്രഷ് പാൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. കണ്ടില്ലേ, ഇത് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മളുടെ മുട്ടയുടെ വെള്ളം മാത്രമാണ് കേട്ടോ നമ്മൾ ഈ കേക്കിന് ഉപയോഗിക്കുന്നത്. അത് 160 ഗ്രാം മുട്ടയുടെ വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 4-5 മുട്ട ഞാൻ ഉപയോഗിച്ചു. ചെറിയ മുട്ടയാണ് എൻ്റെ അടുത്ത് ഉണ്ടായത്. അത് മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ നല്ലോണം ഒരു ഫുൾ സ്പീഡിലിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നു. കണ്ടില്ലേ, ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴും ലിക്വിഡ് ഫോമിൽ തന്നെയാണ്. ഇനി ഞാൻ ഇതിലിട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 80 ഗ്രാം പൗഡർഡ് ഷുഗറാണ്. നമ്മുടെ പൗഡർഡ് പഞ്ചസാര ഞാൻ ഉപയോഗിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പഞ്ചസാര നമ്മൾ ഇടുമ്പോൾ അത് ബീറ്റ് ചെയ്താൽ അത് പൊടിയാനുള്ള സാധ്യത കുറവാണ്. കാരണം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതെല്ലാം തണുപ്പാണ്. നമ്മൾ ഒന്നും തന്നെ ചൂട് ഉപയോഗിച്ചില്ല. നമ്മൾ 3 ഭാഗങ്ങളായിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുകയും ബട്ടറിലായാലും നമ്മളുടെ പൗഡറിലായാലും നമ്മളിപ്പോൾ പൗഡർ മിക്സ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിലായാലും നമ്മളുടെ ഈ മുട്ട അടിക്കുന്ന സമയത്ത് 3 ഭാഗങ്ങളായിട്ട് നമ്മൾ ഇത്തിരി ഇത്തിരിയായിട്ട് ഇട്ട് കൊടുക്കണേ. മുട്ടയുടെ വെള്ളയിലോട്ട് നമ്മൾ ലാസ്റ്റ് ഷുഗറൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ടെക്സ്ചർ ചേഞ്ച് ആവണത് കാണാൻ പറ്റും. അത് ഇത്തിരി സ്റ്റിഫ് ആവാൻ തുടങ്ങും. അതൊരു ക്ലൗഡി ഫോം ആകുമ്പോഴേക്കും നമുക്കത് മനസ്സിലാൻ പറ്റും അത് റെഡി ആയിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, ഒരു ക്ലൗഡി ഫോം ആയിട്ടുണ്ട്. ഒരു സ്റ്റിഫ്നെസ്സും ഉണ്ട് അതിലോട്ട്. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർപ്പിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 പൗഡറാണ്. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 50 ഗ്രാം ബദാം പൊടിയും 180 ഗ്രാം നമ്മളുടെ ഓൾ പർപ്പസ് ഫ്ലോറും, അതായത് കേക്ക് പൊടി, മൈദപ്പൊടി. പിന്നെ അതിൽ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് 5 ഗ്രാം ബേക്കിംഗ് പൗഡറാണ്. ഇതും ഞാൻ 3 ഭാഗങ്ങളായിട്ട് നമ്മളുടെ ആദ്യം തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ബട്ടറിലോട്ട് ചേർത്ത് കൊടുക്കണേ. അതിലോട്ട് നമ്മൾ ചേർപ്പിച്ച് കൊടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടില്ല, ഞാൻ സ്പാറ്റുല വെച്ച് ഒരു റൗണ്ട് പിന്നെ കട്ട്, ഈ ഫോമിൽ വേണം നമ്മൾ അതൊന്ന് അതിൽ മിക്സ് ചെയ്ത് എടുക്കാനായിട്ടും. പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. ഇനി ഞാൻ മുട്ടയും 3 ഭാഗങ്ങളായിട്ടാണ് അതിലിട്ട് കൊടുക്കുന്നത്. മുട്ട ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വിക്സ്കർ വെച്ച് തന്നെ അത് മിക്സ് ചെയ്ത് എടുത്താലും മതി.
അത് ഒരേ റൗണ്ടിൽ തന്നെ നമ്മൾ ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയാലും ക്ലോക്ക് വൈസ് അല്ല സെയിം ഫോമിൽ തന്നെ വേണം നമ്മൾ അത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് തോന്നും ഇതെന്താണ് ഈ ടെക്സ്ചർ ഇങ്ങനെ ഇരിക്കണേന്ന്. അങ്ങനെ ഒന്നും തന്നെയില്ല. അത് നിങ്ങൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല കേക്ക് ബാറ്ററിനെ പോലെ തന്നെ ആകും. അപ്പോൾ ഞാൻ ആദ്യം പൊടി ചേർക്കും, പിന്നെ അതിന് മുട്ട ചേർക്കും, പിന്നെ പൊടി ചേർക്കും, പിന്നെ ഞാൻ മുട്ട ചേർക്കും. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. പൊടി ചേർക്കുമ്പോൾ ഞാൻ സ്പാറ്റുലയാണ് ഉപയോഗിക്കണം. റൗണ്ട് ആൻഡ് കട്ട്, റൗണ്ട് ആൻഡ് കട്ട്, ആ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് നമ്മുടെ പിങ്ക് കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ പിങ്ക് വെൽവെറ്റ് കേക്ക് ആയത് കാരണം പിങ്ക് കളർ ഞാൻ ഇതിലിട്ടു. ഫ്യൂ ഡ്രോപ്സ് മാത്രമേ ഇട്ടുള്ളൂ. കൂടുതൽ ഡാർക്കാക്കി എടുക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡാർക്ക് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ ഡാർക്ക് ചെയ്ത് വരുമ്പോൾ അത് റെഡ് കളർ ആവാനുള്ള സാധ്യതയുണ്ട് ബേക്ക് ചെയ്ത് വരുമ്പോൾ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ബേക്കിംഗ് പാത്രത്തിലോട്ട് ഞാനത് മാറ്റി നല്ലോണം ലെവൽ ചെയ്തെടുക്കണം. ബേക്കിംഗ് പാത്രത്തിൽ ഞാൻ ബേക്കിംഗ് പേപ്പർ ഒന്നും തന്നെ ഉപയോഗിച്ചില്ല. ഞാൻ ബട്ടറാണ് ഉപയോഗിച്ചേക്കണത്. ഗ്രീസ് ചെയ്തു നല്ലോണം. എന്നിട്ട് ഞാൻ അതിലോട്ട് നമ്മളുടെ ബാറ്റർ ഇട്ട് കൊടുത്തു. നമ്മൾ പ്രീ ഹീറ്റഡ് അവനാണ്. പ്രീ ഹീറ്റ് ഞാൻ ചെയ്തേക്കുന്നത് 170 ഡിഗ്രിയിലാണ്. ഇനി ഞാൻ ഇത് ഏകദേശം ഒരു 40-45 മിനിറ്റത്തേക്ക് 160 ഡിഗ്രിയിൽ ഞാനിത് ബേക്ക് ചെയ്ത് എടുക്കാൻ പോണേ. എൻ്റെ കൺവെൻഷൻ അവനാണ്. അപ്പോൾ ഒരു 45 മിനിറ്റ് ആയതിന് ശേഷം നിങ്ങൾക്കത് സൈഡിൽ കാണാൻ പറ്റും, ഒരു നീരി ഡാർക്ക് കളറാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടാണെന്ന്. പക്ഷേ എന്നാലും നിങ്ങൾ ഈർക്കിൽ വെച്ചൊന്ന് നടുക്കൊന്ന് കുത്തി നോക്കണം അത് നല്ലോണം ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇനി ഞാൻ ഈ കേക്കിനെ 2 ഭാഗങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു എൻ്റെ ക്രീം ഞാൻ റെഡിയാക്കി വെച്ചായിരുന്നു. ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ ബേക്ക് ചെയ്ത് എടുത്തതിന് ശേഷം തണുപ്പിക്കാൻ വെച്ചപ്പോൾ ഞാൻ എൻ്റെ ക്രീമും ഞാൻ അടിച്ചെടുത്തു. എൻ്റെ ക്രീമിൽ ഞാൻ പഞ്ചസാര ഒന്നും തന്നെ ഞാൻ ചേർക്കാറില്ല. ഫ്രഷ് ക്രീം തന്നെയാണ് ഞാൻ അത് റെഡിയാക്കി എടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ലിറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ ഞാൻ എടുത്തില്ല. എൻ്റെ കേക്ക് വളരെ ചെറിയ കേക്കാണ്. ക്രീം ഞാൻ കൂടുതൽ ഉപയോഗിച്ചു, കാരണം എനിക്ക് ക്രീം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കേക്ക് ബേക്ക് ചെയ്ത് വന്നപ്പോൾ വളരെ 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 മോയിസ്റ്റായിട്ടാണ് വന്നത്. വളരെ സോഫ്റ്റാണ് എൻ്റെ കേക്ക്. പക്ഷേ എന്നാലും ഞാൻ പഞ്ചസാര നീരിതിലോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. കാരണം ഞാൻ എൻ്റെ കേക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകുകയാണ്. അതുകൊണ്ട് സ്റ്റിഫായി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേണ്. നിങ്ങൾ ആ സമയത്ത് തന്നെ ഇത് വെട്ടിമുറിച്ച് നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ആ നേരത്തെ തന്നെ ആ ദിവസം തന്നെ കഴിക്കണമെങ്കിൽ നമുക്ക് അതിൽ പഞ്ചസാര നീര് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെൻ്റെ ഒരു നെക്സ്റ്റ് ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. നല്ലോണം ക്രീം നമ്മൾ അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ഏകദേശം ഒരു ഡോം ഷേപ്പിലാണ് ഇത് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയാൽ മതി, നമുക്ക് താഴെ ഒന്ന് ഇത്തിരി നോക്കിയാൽ മതി അത് ലെവലായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അത് ലെവൽ ചെയ്ത് എടുത്താൽ മതി. പിന്നെ ഒരു സ്മൂത്തിങ് ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നേരിയ ചൂടുവെള്ളത്തിൽ എൻ്റെ സ്മൂത്തിങ് ഫിനിഷ് ടൂളുണ്ട്. ആ നേരിയ ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് മുക്കിയതിന് ശേഷം അത് ഞാൻ അതിലോട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ടൂൾ വേണമെന്ന് തന്നെ നിർബന്ധമില്ല. കത്തി ആയാലും മതി, സ്റ്റീലിൻ്റെ കത്തി, അല്ലെങ്കിൽ നമ്മളുടെ ചില ആൾക്കാർ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കാറുണ്ട്, പഴയ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കാറുണ്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി. CDs ഉപയോഗിക്കാറുണ്ട് ചില ആൾക്കാർ. സോ ബി ഇന്നോവേറ്റീവ് ആൻഡ് ജസ്റ്റ് ട്രൈ. ഞാനിവിടെ ഡിസൈനിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 3 കളേഴ്സാണ്. ഫ്ലവേഴ്സ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് റെഡും പിങ്കുമാണ്. കാരണം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പിങ്ക് വെൽവെറ്റ് കേക്ക് ആയതാണ് ഞാൻ 2 ഷെയ്ഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഡാർക്കർ ഷെയ്ഡും ഒന്ന് ലൈറ്റർ ഷെയ്ഡും. പിന്നെ ഞാൻ ലീവ്സിന് വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഹാർട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് മേടിക്കാൻ കിട്ടും ഹാർട്ട്സ് ഡിസൈനും. പിന്നെ ഞാൻ ഇതിൽ പേൾ മുത്തുകളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് വെക്കണമെന്നൊന്നും നിർബന്ധമില്ല, പക്ഷേ ഞാൻ ഇത്തിരി ഫാൻസി ആവാൻ വേണ്ടിയിട്ട് അത് ഞാൻ വെച്ചെന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മളുടെ പിങ്ക് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികമൊന്നും തന്നെ ഓവർഡു ചെയ്യാതെ വളരെ സിമ്പിൾ ഡിസൈനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് അധികമൊന്നും തന്നില്ല, പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. 3 സ്റ്റെപ്സ് ഉണ്ട്. അധികമൊന്നും ലോങ് ആയിട്ടുള്ള പ്രോസസ്സൊന്നും തന്നില്ല, പക്ഷേ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റും. അതിൻ്റെ ഡിഫറൻസ് എന്താ, നമ്മൾ നോർമൽ കേക്ക് ഉണ്ടാക്കണമെങ്കിലും റെഡ് വെൽവെറ്റ് കേക്കും പിങ്ക് വെൽവെറ്റ് കേക്കും രണ്ടും സെയിം അല്ല. കളറിൻ്റെ വ്യത്യാസം മാത്രമല്ല, രണ്ടിൻ്റെയും ഇൻഗ്രീഡിയൻസ് വ്യത്യാസവുമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പ്രോസസ്സ് വ്യത്യാസവുമുണ്ട്. നിങ്ങളെല്ലാവരും ഈ കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞറിയിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു രുചികരമായ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു മൈ ലവിങ് ബ്രദർ ജോളി. ഹാപ്പി ബർത്ത്ഡേ.